ഡോക്ടർ പുത്തൂർ റഹ്മാൻ. പ്രവാസി സമൂഹത്തിന് ഏറെ സുപരിചിതമാണ് ഈ പേര്. ദീർഘമായൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഒട്ടുമില്ലാത്ത ഡോക്ടർ പുത്തൂർ റഹ്മാനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. പുത്തൂർജി, ഒരു ഫുട്ബോളാണ് അങ്ങയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്ന് അങ്ങ് തന്നെ എഴുതിയിട്ടുണ്ട്. ഒന്ന് പറയൂ ആ കഥ. ഒരു ഫുട്ബോൾ ജീവിതത്തെ മാറ്റിമറിച്ചു, ശരിയാണ്. അതൊരു ടേണിംഗ് പോയിൻ്റായിരുന്നു ജീവിതത്തിൽ. പക്ഷെ അതിന് മുമ്പ് തന്നെ ജീവിതം ഒരുപാട് മറിച്ചിലുകൾക്ക് വിധേയനായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതിൻ്റെ ഒരു ഭാഗം എന്ന് കൂട്ടിച്ചേർക്കാം, എൻ്റെ കഥയോട് കൂട്ടിച്ചേർക്കാവുന്ന ഒരു രസിക്കുന്ന സംഭവം ആയതുകൊണ്ടാണ് അതിന് അടിവരയിട്ടുകൊണ്ട് ഞാൻ എൻ്റെ തലയിലെഴുത്ത് ഡെസ്റ്റിനി എന്നൊക്കെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചാണ് എഴുതിയത്. ഏത് കാലത്തായിരുന്നു ഈ ഗൾഫിലേക്ക് യാത്ര പോക്ക് ആരംഭിച്ചത്? ഞാൻ 1981 വെടിവെപ്പിൽ 1980 ഭാഷാ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരുപാട് കേസുകളും പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു രക്ഷാമാർഗം എന്ന നിലയ്ക്ക് ഒരു താൽക്കാലിക വോട്ടായിരുന്നു, ഒരു രക്ഷപ്പെടലായിരുന്നു അത്. യു എയിലേക്ക് മടങ്ങി വരാം എന്ന് ധരിച്ചുകൊണ്ട് തന്നെ ഈ കേസുകളൊക്കെ കഴിയുമ്പോഴേക്ക്, പക്ഷേ അത് ചെന്നെത്തത് അവിടെയാണ് ആ ഫുട്ബോളിൻ്റെ കഥ തുടങ്ങുന്നത്. അവിടുന്നാണ് രാജാവിൻ്റെ ടീമിന് എതിരായ ടീമിൽ അങ്ങ് കളിക്കാരനാവുകയും രാജാവിൻ്റെ ടീമിനെ ഗോളടിച്ച് തോൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് ആ കഥയുടെ രത്ന ചുരുക്കം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് സത്യം. അതായത് ജീവിതത്തിൽ എന്നും ഭാഗ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ്. ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ എനിക്ക് കോളേജിൽ പഠിക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വാപ്പ ഒരു പള്ളിയിലെ ഇമാമായിരുന്നു. എൻ്റെ വാപ്പ ഒരു മുസ്ലിയാർ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നല്ലൊരു പ്രാസംഗികനായിരുന്നു എൻ്റെ വാപ്പ. എനിക്കിപ്പോഴും വാപ്പൻ്റെ കൂടെ വയലുകൾക്ക് പോയ മറ്റത്തൂര് ബാപ്പുക്കാൻ്റെ വീട്ടിലൊക്കെ പോയ ഒരുപാട് സ്ഥലങ്ങൾ ബാപ്പൻ്റെ കൂടെ പോയത് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ബാപ്പൻ്റെ ബാഗൊക്കെ എടുത്ത് ഈ വയൽ പരിപാടിക്ക് റംസാൻ മാസത്തിലെ പരിപാടിക്ക് ഞാനായിരുന്നു ബാപ്പൻ്റെ കൂടെ പോയത്. അപ്പം ബാപ്പ അന്ന് ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് പോലത്തെ, പിന്നെ അല്ലിയിലെ ബുദ്ധിമുട്ട് ഉസ്താദ് പോലത്തെ ആൾക്കാരെ പഠിപ്പിച്ച ഉസ്താദാണ് എൻ്റെ ബാപ്പ. അപ്പോൾ ആ ബാപ്പയുടെ മകന് എന്ന നിലക്ക് ഞാൻ ബാപ്പയെ അനുകരിച്ചുകൊണ്ട് ഒരു മൂല്യരാവണം എന്നതാണ് വാപ്പാക്ക് താല്പര്യം ഉണ്ടായത്. ബാക്കിയാത്ത സാലിയാത്തിൽ അയക്കണം എന്നൊക്കെ വാപ്പാക്ക് ഒരു കാഴ്ചപ്പാട്, ഒരു പിൻഗാമിയായിട്ട് ഒരു പണ്ഡിതനായിട്ട് വരണം എന്നായിരുന്നു. അങ്ങനെ വാപ്പാക്ക് പൂതി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ കോളേജിൽ പോകണം, ഡിഗ്രി എടുക്കണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ ആഗ്രഹം ഉമ്മയോട് ഞാൻ പറഞ്ഞു, ഉമ്മ എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ പള്ളിമൂലിയരായിട്ട് പാപ്പനെ പോലെ, അപ്പോൾ അതുകൊണ്ട് എന്നെ ഒന്ന് പറ. അമ്മ ഒരുപാട് ശ്രമിച്ചു നോക്കി, നടന്നില്ല. അവസാനം പാണക്കാട് വലിയ പൂക്കോയത്തങ്ങളടുത്തേക്ക് കേസ് അവതരിപ്പിക്കാൻ വേണ്ടി ഉമ്മ പോവുകയാണ് എന്നും കൂട്ടി. അങ്ങനെ തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ മൊയ്തുലിയിൽ അപ്പോൾ തങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ മൊയ്ലിയിൽ പാപ്പ ഇങ്ങനെ ബാക്കിയാത്ത സ്ഥലത്ത് ഇങ്ങനെ അയക്കണമെന്നാണ് പറയുന്നത്, ബാക്കവിയാക്കണം. അപ്പം പക്ഷെ മോനാണെങ്കിൽ കോളേജിൽ പോകണമെന്നാണ് പറയുന്നത്. ഈ വിഷയം തങ്ങൾ പറഞ്ഞു. അപ്പം എന്നോട് എന്തിനാ അപ്പം ഞാൻ പറഞ്ഞു, പെട്ടെന്ന് പിന്നെ എനിക്ക് കോളേജിൽ പോകണം, കാരണം ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പം ഉമ്മാക്കും ആ അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം അതൊക്കെ എൻ്റെ കയ്യക്ഷരമൊക്കെ നല്ല കയ്യക്ഷരം. അപ്പം ഉമ്മാക്ക് ഞങ്ങൾ അങ്ങിലെങ്കിലൊക്കെ മാത്താത്തക്കും അതുപോലെ താത്താക്കൊക്കെ കത്ത് ചെയ്താലൊക്കെ എൻ്റെ ഉപയോഗിച്ചിരുന്നു ഞാൻ. അപ്പം അന്ന് രണ്ടെണ്ണമൊക്കെ വാങ്ങിയ കാര്യമാണ്. അപ്പം ഉമ്മാക്ക് എൻ്റെ മോൻ കത്ത് ചെയ്യുന്ന ആൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ അഭിമാനമുള്ള കാര്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉമ്മാക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഭൗതിക വിദ്യാഭ്യാസം നേടാൻ. പക്ഷേ ബാപ്പാക്ക് ഇങ്ങനെയായിരുന്നു. അവസാനം തങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ തങ്ങൾ അന്നത്തെ പണക്കാട്ടെ അമ്മാജിയുമായിട്ട്, അന്നത്തെ കാര്യസ്ഥൻ അമ്മാജിയുമായിട്ടൊക്കെ മുഷാവറ കൂടിയപ്പോൾ തങ്ങളാ തീരുമാനിച്ചത്, എന്നാൽ അവൻ റൗലത്തുൽ അറബി കോളേജിൽ പോട്ടെ. കോളേജ് ആയും ചെയ്തു, അതുമായി അങ്ങനെ ഞാൻ ആദ്യമായിട്ട് തങ്ങളെ കയ്യിൽ നിന്ന് കത്തുമായിട്ട്, അങ്ങനെ അമ്മാജി എനിക്ക് കത്ത് തന്നു, തങ്ങളെ കത്ത്. അതുമായിട്ട് ഞാനും ബാപ്പയും കൂടി തന്നെ പോകുന്നുണ്ട്. അന്ന് പിന്നെ റൗലത്തുൽ അറബി കോളേജിലേക്ക് ഞങ്ങൾ കടന്നില്ല ഈ കത്തുമായിട്ട്. അന്ന് CP അബൂബക്കർ മൗലവി പ്രിൻസിപ്പൽ തോന്നുന്നുണ്ടായിരുന്നു.
അയാൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ സൈഡിലുള്ള ഒരാളായിരുന്നു. പിന്നെ മൊത്തം അത് ജമാഅത്തുകാരുടെ കയ്യിലാണ്. പിന്നെ മുജാഹിദ് ഒക്കെ കൂട്ടിയുള്ള അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പം ഈ കത്ത് കിട്ടിയപ്പോൾ തന്നെ പാണക്കാട് തങ്ങളിങ്ങനെ കത്ത് തന്നു. എന്താ ഒരു പറയുക, ഒരു വളരെ ഒരു എന്താ പറയുക അതിശയത്തോടെ അത്ഭുതമായിട്ട് ചോദിക്കാം. വാപ്പാനെ കണ്ടപ്പോൾ തന്നെ വാപ്പാനെ താഴ്ത്തി കണ്ടപ്പോൾ മകനെ കൊണ്ട് ചേർക്കുന്നത് അങ്ങനെ അത് ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ ആലോചിക്കാൻ പോലും കഴിയാത്ത. അങ്ങനെ വാപ്പാനൊക്കെ ഇരുത്തി ഞങ്ങൾ അവിടെ വളരെ അധികം ബഹുമാനത്തോടെ സ്വീകരിച്ച് എന്നെ അവിടെ എപ്പോഴും ആലോചിക്കുന്നുണ്ട്. അവിടെ ഹോസ്റ്റലിൽ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അവിടെ അങ്ങനെ എൻ്റെ പഠനം ആരംഭിക്കുന്നത്. അതിൻ്റെ എല്ലാ ചെലവുകളും ആ കാലഘട്ടത്തിൽ വഹിച്ചത് എന്ന് തങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പാണക്കാട് കുടുംബവുമായിട്ട് പാണക്കാട് കുടുംബവുമായിട്ടുള്ള അടുപ്പം ഒരു എൻ്റെ കോളേജ് ജീവിതം മുഴുക്കെ അവരായിരുന്നു നിർവഹിച്ചത്. അപ്പോൾ അതാണ് സൂചിപ്പിച്ചത്. അപ്പം എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ എല്ലാ കാര്യങ്ങളും വഹിച്ച ഒരു തറവാട്, ഒരു ഒരു സമുദായം, ആ സമുദായത്തിന് വേണ്ടി എനിക്ക് മറിച്ച് എന്തെങ്കിലും ചെയ്യണം എന്ന താല്പര്യത്തോടെയാണ് ഞാൻ ഈ പൊതുജീവിതത്തിലേക്ക് ഇറങ്ങി ഞാൻ തിരിക്കുന്നത്. അങ്ങനെ UAE-യിലെത്തി സാധാരണഗതിയിൽ ഉള്ള ചെറിയ രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്ത് എങ്ങനെയായിരുന്നു ഒരു ഇല്ല ഞാൻ സത്യത്തിൽ അഫ്സലി പാസ്സായ ശേഷം ഞാൻ അന്ന് BA പിന്നീട് സ്വകാര്യ എഴുതി എടുക്കുക ചെയ്തത്. അങ്ങനെ BA ഒക്കെ പാസ്സായി ഞാൻ പിന്നെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ജില്ലാ MSF-ൻ്റെ സെക്രട്ടറി ആയിരുന്നു. മലപ്പുറം ജില്ലാ MSF-ൻ്റെ പിന്നെ തിരൂർ താലൂക്ക് MSF-ൻ്റെ പിന്നെ ഉത്തരവാദപ്പെട്ട പോസ്റ്റിൽ നിന്ന് അങ്ങോട്ട് മാറുകയൊക്കെ ചെയ്ത്. അപ്പം എനിക്കൊരു അന്നത്തെ ഒരു എന്താ പറയുക MSF-ൻ്റെ ഫീൽഡിൽ കുറേ കൂടി നമ്മളെ ഒരു ഗ്യാങ്ങിനെ ഞാൻ സൃഷ്ടിച്ചിട്ടിരുന്നു അന്ന്. ഹബീബിൻ്റെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാലഘട്ടമായിരുന്നു MSF-ൽ. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അന്ന് യൂണിവേഴ്സിറ്റി തലത്തിൽ പിന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ MSF അറിയപ്പെടാത്തൊരു കാലമാണ് 1976-77 കാലഘട്ടം. ആദ്യമായി MSF-ന് വേണ്ടി മത്സരിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചെയർമാനായി ഞാൻ മത്സരിച്ചത്. ഞാനും ഞങ്ങൾ MSF KSU യൂണിയനിൽ ഞങ്ങളായിരുന്നു ആദ്യത്തെ 76-ൽ രംഗത്ത് വന്ന ആളുകൾ. അന്ന് മുതലാണ് MSF അറിയപ്പെടാൻ തുടങ്ങി. അന്ന് പഴയ കാലങ്ങളിൽ ഈ അറബി കോളേജുകളിലെ കൗൺസിലർമാരൊക്കെ തന്നെ MSM ആയിരുന്നു, മുജാഹിദ് സ്റ്റുഡൻസ് MSF ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു MSM-കാരനുമാണ്, ഒരു MSF-കാരനുമായതുകൊണ്ട് ആ MSM-ൻ്റെ ആളുകളുടെ വോട്ട് കൂടി കിട്ടി യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെയാണ് ഞാൻ രംഗത്ത് വന്നത്. അപ്പോൾ MSF ഫീൽഡിൽ നമ്മൾ അറിയപ്പെടാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് പിന്നെ 80-ൽ ഒക്കെ തന്നെ ഒരിക്കലും ഗൾഫിൽ പോകുന്ന താല്പര്യം, കാരണം നാട്ടിൽ ഒന്ന് ഷൈൻ ചെയ്യാനുള്ള ആ ഒരു കുട്ടിക്കാലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 2-3 മാസക്കാലം മെഡിക്കൽ കോളേജിൽ വെടിവെപ്പിൽ പരിക്കേറ്റ് വളരെ മോശപ്പെട്ട രൂപത്തിൽ അന്ന് വെടിക്കൊണ്ടില്ല. പക്ഷേ വെടിവെപ്പിൽ എനിക്ക് പിന്നെ അന്ന് വെടിയുണ്ടയിൽ നിന്ന് വന്ന അതായത് കല്ല് തറച്ച് വയറിൽ പിന്നെ കീറുകയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം വയറിൽ കല്ല് തറച്ച ശേഷം അതായത് കലക്ട്രേറ്റിന് മുന്നിൽ വെടിവെക്കുന്ന ആ സമയത്ത് ഇന്ന് തൊട്ടമുള്ളിൽ ഈ കരിങ്കല്ലിൻ്റെ വലിയ മതിലാണ്. അപ്പോൾ അതിൽ നിന്ന് തുളച്ച് വയറ്റിൽ കയറി. അങ്ങനെ ഞാൻ കിടന്ന സമയത്താണ് പോലീസുകാർ അത് ക്രൂരമായിട്ട് നമ്മൾ ആ ലാത്തി കൊണ്ട് അടിച്ച് എന്നെ നിരപ്പൊക്കെ അടിച്ച് പിന്നെ അതുപോലെ അവരിങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ചവിട്ടിയിട്ട് അങ്ങനെ കൂടിയിട്ട് ഇവിടെ പരിക്ക് ആകം പരിക്കാണ്. ചോര വാർന്ന് അങ്ങനെ കുറേ അവസാനം ഒരു അബോധാവസ്ഥയിലാണ് ഞാൻ അഡ്മിറ്റ് ചെയ്തത് മഞ്ചേരി ഹോസ്പിറ്റലിൽ. അവിടെ നിന്ന് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഭാഷാ സമരത്തിലൊരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ മലപ്പുറം പാലം പൊളിച്ചു, അതുപോലെ അത് പൊളിച്ചു എന്ന ഒരുപാട് കേസുകളാണ് എന്നെ തേടിയെത്തിയത്. അപ്പോൾ ഞാൻ അങ്ങനെ അതിശയപ്പെട്ടു. ഞാൻ ഹോസ്പിറ്റലിലായിങ്ങനെ ഞാനിങ്ങനെ ഈ പാലം പൊളിക്കാൻ പോയിരുന്ന മറ്റു ചോദ്യം. അതുപോലെ കണ്ണൻ കൊലപാതകത്തിൽ 7-ാമത്തെ 8-ാമത്തെ പ്രതിയായിട്ടാണ് എന്നെ ഉൾക്കൊള്ളിച്ചത്. ഒരു പോലീസുകാരൻ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചിരുന്നു. അപ്പം ഈ കേസ് 2-3 കേസ് ഒരുമിച്ച് വന്നപ്പോൾ അങ്ങനെ സാമ്പത്തിക വലിയ ശേഷിയില്ലാത്ത കാലഘട്ടം. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ രക്ഷപ്പെടാൻ ചെയ്തു. അങ്ങനെ ഗൾഫിലെത്തി. എനിക്ക് കിട്ടിയ ജോലി ഒരു വർക്ക്ഷോപ്പിൽ ക്ലീനിങ് ബോയ് ആയിട്ട് ഇവിടുന്ന് ചെന്ന അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ വർക്ക്ഷോപ്പിൽ
ഈ പെട്രോള് ഡീസൽ കൊണ്ട് ഒരു കലത്തിൽ വലിയ ഒരു കലം പോലെ സാധനത്തിൽ ഡീസലിൻ്റെ അതിൽ ഈ സ്പേ പാർട്സൊക്കെ എങ്ങനെ കഴുകുക, ക്ലീൻ ചെയ്യുക, ഇതൊക്കെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി. ജീവിതം കരിയോയിൽ പുരണ്ട ജീവിതം. ഞാൻ അങ്ങനെ കരുതുകൊണ്ടാണ് അത് അങ്ങനെ കഴുകൽ. കാരണം വലിയ പ്രതീക്ഷകളായിരുന്നു നാട്ടിലെ MSF ലീഡർ, യൂണിവേഴ്സിറ്റി ചെയർമാൻ, വൈസ് ചെയർമാൻ, അതുപോലെ യൂണിവേഴ്സിറ്റിയിലെ കൗൺസിലർമാരുടെ ലീഡർ, ഹെഡ് ഓഫ് ദ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും. പക്ഷേ എനിക്ക് ഐ ആം ഓൾവേസ് പോസിറ്റീവ്. അതായത് ഞാൻ വളരെ പോസിറ്റീവാണ് ലൈഫിൽ എപ്പോഴും. കാരണം അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട്. ഇത് എന്നെ നയിക്കുന്നത്, എന്നെ ഗൈഡ് ചെയ്യുന്നതൊക്കെ അള്ളാഹുവാണ്. നന്മക്കായിരിക്കാം എന്ന ആ പ്രതീക്ഷ എനിക്ക് ഒരിക്കലും തെറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കൊല്ലക്കാലം ഞാൻ ആ കരി പുരണ്ട ജീവിതവുമായി അങ്ങനെ എഴുതിച്ചു. അതെ, 1982 CH മുഹമ്മദ് കോയ സാഹിബ് എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ഒളിച്ചു പോയി. കാരണം CHനോട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം. അദ്ദേഹത്തെ അങ്ങോട്ട് വരാൻ അയച്ചില്ല. കാരണം CH സന്ദർശിച്ചപ്പോൾ അപ്പോൾ CH മരുമകൻ ഷെരീഫ് എന്നെ വിളിച്ചു പറഞ്ഞു, CH നിങ്ങളെ കാണണം, ഞാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരില്ല, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. കാരണം അദ്ദേഹം ഈ വർക്ക്ഷോപ്പിലേക്ക് വന്ന് ഞാൻ ഈ കരിപ്പുരൻ്റെ ജീവിതം കാണുമ്പം ഈ MSFൻ്റെ ലീഡറായിട്ട് അദ്ദേഹം അഭിമാനത്തോടെ എൻ്റെ കൂടെ ഞാൻ CHൻ്റെ കൂടെ വളരെ അപൂർവം 2-3 യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ, പല ദിവസങ്ങളായിട്ട് അദ്ദേഹത്തെ കൂടെ. എനിക്കിപ്പോഴും പുത്തൂരിലൊക്കെ അദ്ദേഹം എൻ്റെ അന്ന് ഞാൻ 17 വയസ്സാകുമ്പോഴാണ് CH ആദ്യമായി പുത്തൂരിലോട്ട് ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നത്. അന്ന് പുത്തൂരിൽ CH വന്നാൽ അങ്ങൊക്കെ പോയി നമ്മുടെ പുത്തൂർക്കാരൊക്കെ പറയുമായിരുന്നു, CH എവിടെ വരുന്നു, ഈ ഏഴാംകുടി പുത്തൂർ, അവൻ പുത്തൂർ വിളിച്ചാൽ ആരാ വരാൻ പോകണം എന്നൊക്കെ പറഞ്ഞു കാര്യമില്ല. അപ്പോൾ ഇത് അന്ന് ഇതുപോലെ ഒരു വാശിയാണ്. ഞാൻ CHയോട് പോയി പറഞ്ഞു, ചന്ദ്രലി ഉണ്ടായിരുന്നു CH, ഇങ്ങനെ പുത്തൂർ ഒരു ഏഴാംകുടി ചെറിയ കുട്ടിയല്ലേ, ഓനൊക്കെ വിളിച്ചാൽ CHനെ പോലത്തെ മഹാൻ വരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നത്. അപ്പോഴേ തങ്ങൾ എപ്പോഴാണ് പരിപാടി ചോദിച്ചു. ഞാൻ പറഞ്ഞു നാളെ നേരത്തെ പറഞ്ഞു, സിരാജിനോടും ഇങ്ങോട്ട് ഒരുമിച്ച് പറഞ്ഞാണ്. ഓക്കെ, നീ നാളെ ഇങ്ങോട്ട് വാ, ചന്ദ്രയ്ക്ക് വാ. അങ്ങനെ ഞാൻ ചന്ദ്രയിൽ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ പുത്തൂരിൽ ഞാൻ സ്കൂളിൽ വെച്ച് പരിപാടിയിൽ ഞാൻ പങ്കെടുപ്പിച്ചാണ് പോയി പോകുന്നുണ്ടായിരുന്നു. ആ CH എന്നെ ഇവിടെ ഈ കരിപുരൻ്റെ ഇതിൽ കാണുമ്പോൾ എന്താ സംഭവിക്കുക എന്ന ഒരു പേടി എനിക്കുണ്ടായിരുന്നു. അങ്ങോട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ വീട്ടിൽ പോയിട്ട് കണ്ടു. യോഗയിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. എന്നിട്ട് ആ വിഷമൊക്കെ എനിക്ക് ഇപ്പോഴും അറിയാം. അങ്ങനെ എത്ര കാലം ആ ഒരു ജോലി? ഒരു വർഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ കൊണ്ടുപോയ എൻ്റെ സുഹൃത്ത് ഇവിടെ ഒരു അഹമ്മദ് കുട്ടി, വടകര അഹമ്മദ് എൻ്റെ സുഹൃത്തായിരുന്നു. ഞങ്ങൾ കോളേജിൽ പഴയ കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ കുപ്പായ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിട്ടിയെന്നൊരു സുഹൃത്താണ്. അവനാണ് എനിക്ക് വിസ അറേഞ്ച് ചെയ്തത്. അവൻ അവിടുത്തെ മാനേജറായിരുന്നു, ട്രാൻസ്പോർട്ട് കമ്പനീൻ്റെ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ. എൻ്റെ മാനേജർ ഒരു പാകിസ്ഥാനിയാണ്. അതുകൊണ്ട് കുറേ പാകിസ്ഥാനികളുമായിട്ട് ബന്ധം ഒരു കൊല്ലം കൊണ്ട് ഹിന്ദി പഠിക്കാനൊക്കെ കഴിഞ്ഞത് അങ്ങനെയാണ്. അപ്പോഴാണ് അവൻ പറയുന്നത് ഇങ്ങനെ, ഞാൻ പറഞ്ഞു എനിക്ക് കഴിയില്ല, ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് കുഴപ്പമില്ലായിരുന്നു. ഈ വലിയ വലിയ ടയർ മാറ്റുമ്പം അതൊന്നും എന്നെ അന്ന് ഞാൻ ഒരു ശോഷിച്ച ഒരു ചെറിയ പയ്യനായിരുന്നു. ആരോഗ്യസ്ഥിതി ഞാൻ പോവാണ്ട, എനിക്ക് വയ്യ. അപ്പം എന്നോട് പറഞ്ഞു ഒരു പണി ചെയ്യും, ശരിക്ക് വീക്കെൻഡിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ കളിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഒരു അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസ്. അവിടെ ഒരു മൈതാനം, അദ്ദേഹത്തിന് സ്വയം ഒരു പ്രൈവറ്റ് മൈതാനമുണ്ട്, ഗ്രൗണ്ട്, അവിടെ കളിക്കും. അവിടെ പോയിട്ട് കാണാം, കളി കഴിയുമ്പോൾ ചെന്നിട്ട് സലാമാക്കി ഒന്ന് ബന്ധപ്പെട്ട്. ഞാൻ ആ കളി കാണാൻ വേണ്ടി പോയതാണ്. ഞാൻ 4 മണിക്ക് അവിടെ എത്തി. ഒരു 4:30 മണിക്കാണ് ഒരു കളി തുടങ്ങാൻ പോകുന്നത്. ആ കാണികളുടെ കൂട്ടത്തിൽ ഞാനും ഇങ്ങനെ ഉണ്ട്. അങ്ങനെ 11 ആളുകൾ 2 ടീമിലും വരാൻ നേരത്തെ ഒരു എതിർ ടീമിൽ ഒരാൾ ഷോർട്ടേജ്, ടീമിൻ്റെ എതിർ ടീമിൽ ഒരാൾ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഹയാൻ പറഞ്ഞ ഷെയ്ഖ് സാലൻ്റെ ഒരു അന്നത്തെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, ഒരു ശ്രീയക്കാരനാണ്. അവൻ ചോദിച്ചു, ഈതർ എനിബഡി ക്യാൻ പ്ലേ, ആർക്കെങ്കിലും ഇതിൽ പിന്നെ കളിക്കാൻ കഴിയുമോ, കയ്യിലുള്ള ആൾക്കാരുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഡു, ഐ ക്യാൻ വാ. അപ്പം ഷൂസ് പറ്റിയ ഷൂസാണ്, ഷൂസ് അയച്ചു. സോക്സ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ കളിച്ചത്. അപ്പോൾ ഞാനിവിടെ ഈ പുത്തൂർ പാടത്ത് കളിച്ച് ശീലമായിട്ടും അതുപോലെ പിന്നെ കോളേജിലൊക്കെ ടീമിലുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കളിയൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഈ അറബികൾ പോലും അവർക്ക്
നമ്മളെപ്പോലത്തെ ടെക്നിക്കൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ വല്ല ഈ പരലിൽ പോകണ നമ്മളങ്ങനെ തുന്നമായി കളിച്ചപ്പോൾ നമ്മളിതൊന്നും അറിയില്ലല്ലോ. സെക്സ് ആരാണ് അദ്ദേഹം ആരാന്ന് അറിയാം. പക്ഷെ അദ്ദേഹത്തെ ഇതിനായി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന റെസ്പെക്റ്റ് എങ്ങനെയൊന്നും നമ്മൾക്ക് അറിയില്ല. അതിൻ്റെ ആ ഫോർമാലിറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഗോൾ അടിച്ചതാണ്. ഞാൻ അങ്ങനെ വെട്ടിച്ച് കൊണ്ടുപോയിട്ട് സിക്സ് ആയാലും വെട്ടിച്ചു. അതും വെട്ടിച്ച് കട്ട് ചെയ്ത് അടിച്ചു ഗോൾ പാടില്ല പോലും. ഷേക്കിന് വെട്ടിക്കാൻ പാടില്ല. അങ്ങനെ ആ ഷേക്കിന് എതിരെ പോസ്റ്റിക്ക് ഗോൾ അടിക്കാൻ പാടില്ല. ആർക്കറിയാം? എനിക്കറിയില്ല. അടിച്ച ശേഷം അതിലല്ലാതെ പിന്നെ കൈയടി ഒന്നും ആരും കൈയടിക്കില്ല. അപ്പോൾ ഞാൻ ഇതെന്താ ഞാൻ ഒരു സുന്ദരമായ ഗോൾ കഷ്ടപ്പെട്ട് 4-5 ആൾക്കാരെ വെട്ടിച്ച് കൊണ്ടുവന്നിട്ട് ആരുടെ ഗോള്. അപ്പോൾ ഞാൻ ഓക്കെ, ഞാൻ ഇന്ത്യക്കാരനല്ലേ, അതുകൊണ്ടായിരിക്കാം. ഇറ്റ്സ് ഓക്കെ. കാരണം അറബികളിൽ ഞാൻ മാത്രമേ ഇന്ത്യക്കാരുള്ളൂ. വീണ്ടും രണ്ടാമത്തെ ഗോൾ അടിച്ചപ്പോൾ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, ഇനി എന്നെ അടിക്കും, നീ ഗോൾ അടിച്ചാൽ നിന്നെ നാട്ടിലേക്ക് അടിക്കും. നീ എന്താ മനസ്സിലാക്കുന്നത്? വാട്ട് ആർ തിങ്കിങ് മാൻ? സിക്സാണ് ഇസൈനസ് ബ്രദർ, റൂളർ ഭരണാധികാരിയുടെ അനിയനാണ്. അയാൾക്ക് ഇതായിട്ട് നീ ഗോൾ അടിക്കും? എനിക്കറിയില്ലായിരുന്നു. എന്നാൽ നീ ലോ പ്രൊഫൈൽ സ്ലോ ആയി നിർത്താൻ പറഞ്ഞു. അത് നിർത്തി. അതിൽ നിർത്തിയിട്ട് പിന്നെ കളി കഴിഞ്ഞപ്പോൾ ഞാൻ സെക്രട്ടറി പോയി, ഐ എം സോറി യുവർ ഇന്നസ്, ഐ ഡോണ്ട് നോ ദാറ്റ് വാട്ട്. അവർ ദേ സെഡ് ഐ ഷുഡ് നോട്ട് പ്ലേ ലൈക്ക് ദാറ്റ്, ഐ ഷുഡ് നോട്ട് ഗോൾ അഗേൻസ്റ്റ്. നോ, യു ഡു യുവർ നാച്ചുറൽ പ്ലേ, വാട്ട് ഈസ് ദ പ്രോബ്ലം? അപ്പോൾ ഞാൻ പറഞ്ഞു സോറി. നോ സോറി. എന്താ അദ്ദേഹം പറഞ്ഞു എന്നോട്, നീ ഏതാണ്, എവിടെയാണ്, എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഐ എം വർക്കിംഗ് യുവർ ഓർഗനൈസേഷൻ, യുവർ വർക്ക്ഷോപ്പ് ആസ് എ ക്ലീനർ, ബട്ട് ഐ എം എഡ്യൂക്കേറ്റഡ് ആൻഡ് ഗ്രാജുവേറ്റഡ് ആൻഡ് ഞാൻ പഠിച്ച ആളാണ്, എനിക്ക് എന്തെങ്കിലും നല്ലൊരു ജോലി കിട്ടിയല്ലോ. അപ്പോൾ എന്താ നീ പഠിച്ചത്? ഞാൻ അബ്സർവില്ലമാനൊക്കെ പറയും. പിന്നെ അപ്പോൾ എന്നോട് എനിക്ക് അറബിക്കാൻ യെസ് അതിനെ എത്തക്കൽ അറബിയ സ്പീക്ക് അറബിക്. അപ്പോൾ ഇത് സ്പീക്ക് ചെയ്താൽ ഞാൻ ദുബായിൽ പോവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിൽ പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഞാൻ അതിനെ അദ്ഹബു ഇല്ല ദുബായ്, നമ്മളിവിടെ നാട്ടിൽ പഠിച്ച അതിന് അദ്ഹബു ഇല്ല ദുബായ് ഇല്ല മേൻ സിർഫ് ദുബായ് അങ്ങനെ പറയേണ്ടി വരും. ഞാൻ ദുബായ് പോകും, അല്ല സിർഫ് ദുബായ്. അതെനിക്ക് ആയിട്ടില്ല, ഒരു ലോക്കൽ ലാംഗ്വേജ് അങ്ങനെ എനിക്ക് ഞാൻ പുസ്തകത്തിൽ പഠിച്ച ലാംഗ്വേജാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് ചിരിച്ചു. എന്ത് പറഞ്ഞു? ഓക്കെ എനിവേ ലിസൺ, ഞാൻ ഒരു ഷിപ്പിംഗ് കമ്പനി ഓപ്പൺ ചെയ്യാൻ പോകുന്നു അടുത്ത മാസം. നീ പണിയതോ അന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ ഞാൻ മാനേജറോട് സംസാരിച്ചോളാം, അവിടെ ജോയിൻ ചെയ്തു. അവിടെ ഒരു ഓഫീസ് ബോയ് കം സെക്രട്ടറി ജോലി തൽക്കാലം. ആദ്യത്തെ ഓഫീസാണ്. അവിടെ ആകെ കൂടി ഒരു ഇംഗ്ലീഷുകാരൻ മിസ്റ്റർ റോസ് എന്ന് പറഞ്ഞ ആളുണ്ട്, അയാളെ ഉള്ളൂ. അതിന് അസിസ്റ്റൻ്റായി എനിക്ക് ജോലി ചെയ്യാം. ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു. അങ്ങനെ രാവിലെ ഒന്ന് ക്ലീൻ ചെയ്യും, പിന്നെ ടെലിഫോൺ അറ്റൻഡ് ചെയ്യും. അങ്ങനെ അത് ഈ ഷിപ്പിംഗ് കമ്പനി. അപ്പോൾ കരിയോയിൽ നിന്നൊരു മോചനം. ആദ്യത്തെ എൻ്റെ ശമ്പളം 500 ദിവസമായിരുന്നു, 500. അത് പിന്നെ ഒരു കൊല്ലക്കാലം ഒരു 600-700 ജോലി ചെയ്തു. പിന്നെ ഓഫീസിൽ മാറിയപ്പോൾ 1500 മാറി ശമ്പളം. ഞാൻ ഇപ്പം വരുന്ന കുട്ടികളോടൊക്കെ കഥ പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ 500 ശമ്പളം. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് 5000 വേണം, 10000 വേണം, നിങ്ങൾക്ക് ആ ജോലി വേണം, ഈ ജോലി വേണം. മകനെ ഇങ്ങനെ താഴ്ന്ന് ജോലി ചെയ്താലേ ജീവിക്കുമ്പോൾ വലിയ ജോലിക്ക് നമുക്ക് യോഗ്യത നേടുകയുള്ളൂ. ഇത് ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ മാത്രം പോരാ. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഡിഗ്രി അല്ല, അതിനേക്കാളും ഒരു ഉപരിയായിട്ട് മനസ്സ്, അതാണ് വേണ്ടത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോഴും കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാൻ പലപ്പോഴും കഴിയാത്ത കുട്ടികളുണ്ട്. അത് അവർക്ക് നമ്മളെ പോലത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ ഇത് പഠിക്കണം. ഇവിടെ യൂസുഫ് അലി ഖാനെ പോലത്തെ ആളുകളെടുത്തോ, ഡോക്ടർ ആസാദ് മൂപ്പനെടുത്തോ, അല്ലെങ്കിൽ പിന്നെ രാമചന്ദ്രൻ, അല്ലെങ്കിൽ ആലുക്കാസ് ജോയ്, ഇവരൊക്കെ തന്നെ വന്നത് വളരെ താഴ്മയിൽ നിന്ന് വന്ന ആളുകളാണ്. യൂസുഫ് അലിക്ക് ഒരു സ്റ്റോറിലായിരുന്നു, സ്റ്റോർ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായത്. വഹാബിക്ക് ആരായിരുന്നു? ഒരു സ്റ്റോർ കീപ്പറായിരുന്നു പഴയ കാലത്ത്. പിന്നീട് അവരൊക്കെ വളർന്നു വന്നത് ഈ താഴ്മയിൽ നിന്നാണ്. അവരുടെ ആ സിംപ്ലിസിറ്റിയും അവരുടെ ഹമ്പിൾനെസ്സുമാണ് അവരൊക്കെ ഉയരങ്ങളിൽ എത്തിച്ചത്. അപ്പോൾ എൻ്റെയും ലൈഫ് സ്റ്റൈൽ അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയല്ലോ. ഈ കാലഘട്ടത്തിൽ KMCC-യുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഇതിനൊക്കെ സമയം കിട്ടിയിരുന്നോ അതോ KMCC അത് ഒരു നമ്മളെപ്പോലത്തെ ഒരു പ്രവർത്തകന് ഏത് മലൻ്റെ ഇടയിലാണെങ്കിലും മലൻ്റെ അടുക്കല നമ്മൾ കയറി വരും. CH ദുബായ് വരിക എന്ന് പറയുമ്പോൾ
അവിടെ പോകാൻ കഴിയില്ല, നമുക്ക് പോകാതിരിക്കാൻ കഴിയില്ല. അത് ഏത് നരകത്താണ് നമ്മൾ പോകും. ഉള്ളിലുള്ള ഒരു അതൊരു വികാരമാണ്, നമുക്ക് ലീഗ് വികാരം. നമ്മളെ പറ്റി പലതും ലീഗ് പിരാന്തന്മാർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇപ്പോൾ UAE KMCCയുടെ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റാണ് അങ്ങ്. അതോടൊപ്പം UAEയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ പുത്തൂർജി പറഞ്ഞു നേരത്തെ, പുതിയതായിട്ട് വരുന്ന തലമുറ പഴയ തരത്തിലുള്ള ആളുകളുടെ അത്ര സ്ഥിരോത്സാഹമോ അല്ലെങ്കിൽ കഠിന പ്രയത്നങ്ങളോ നടത്താൻ തയ്യാറുള്ളത്. എന്താണ് പുതിയ പ്രവാസ ലോകത്തു നിന്നുള്ള ചെറുപ്പക്കാർക്ക് കൊടുക്കാനുള്ള പുതിയ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉപദേശം എന്താണ്? നമ്മൾ എപ്പോഴും 2-3 കാര്യം. ഒന്ന്, ലാംഗ്വേജ് വലിയൊരു പ്രശ്നമാണ്. അത് ഇവിടുന്ന് പോകുന്ന ആളുകൾ അറ്റ്ലീസ്റ്റ് 2-3 മാസമെങ്കിലും ഒരു സ്പോക്കൺ ലാംഗ്വേജ് കോഴ്സിൽ പോയിട്ട് ഇപ്പം ഭാഷ അറിയാത്തത് വലിയൊരു ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മളെ അടുത്ത് ഒരുപാട് ആളുകൾ ജോലിക്ക് വരുന്നുണ്ട്. ചില കുട്ടികളൊക്കെ അത് വരുന്ന ആ സ്റ്റൈലുണ്ടല്ലോ, അവരുടെ വരുന്ന ആ ഇൻ്റർവ്യൂവിനൊക്കെ വരുന്ന സ്റ്റൈലിനെ വളരെ നമ്മൾക്ക് പെട്ടെന്ന് തോന്നിയിട്ട് ഇവൻ അത് നമ്മുടെ സ്റ്റൈലാണ്. നമ്മൾ ഇപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു പയ്യൻ ജോലിക്ക് വരികയാണ്, പിന്നെ ഒരു ക്ലറിക്കൽ വേക്കൻസിക്ക് ഞങ്ങൾ കമ്പനിയിൽ. അപ്പം എൻ്റെ ബോസുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ വന്നപ്പോൾ അവൻ 2 പോക്കറ്റ് കൈ ഇട്ടിട്ട് വലിയ നമ്മൾ സിനിമ സ്റ്റൈലിലൊക്കെ മമ്മൂട്ടിയൊക്കെ നിൽക്കുന്ന പോലെ. എന്നിട്ട് എൻ്റെ GM പറഞ്ഞു, ഓക്കെ വിൽ ഇൻഫോം യു ടുമോറോ. എന്നെ വിളിച്ച് പറഞ്ഞു, അവനതിന് പറ്റില്ല, അവൻ്റെ ധിക്കാര സ്വഭാവം കാണും, അവൻ്റെ കണ്ടില്ലേ, അവൻ്റെ നൃത്തം കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ആളുകൾക്ക് എങ്ങനെയാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന എന്ന് അറിയില്ല പല ആളുകൾക്കും. പലരും അത് നമ്മളാ ചിരിക്കുന്ന മുഖം, അതുപോലെ അവിടെ ആ എളിമ, അതൊന്നും ആളുകൾക്കില്ല. അതൊക്കെ വളരെ ആവശ്യമുള്ള ഘടകമാണ്. എന്താണ് നിലവിലുള്ള ഈ പ്രവാസികളുടെ പ്രശ്നങ്ങൾ? ഇപ്പോൾ പ്രവാസി സമൂഹത്തിൽ സാധാരണക്കാരുമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായും പ്രവാസികളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് തലത്തിലൊക്കെ കാണാറുണ്ട്, പ്രവാസി ഭാരതീയ ദിവസ് പോലുള്ള വലിയ മാമാങ്കങ്ങൾ സംഘടിപ്പിക്കും. അതിൽ നമ്മൾ കാണുന്നത് UAE നിന്നായാലും കുവൈറ്റിൽ നിന്നായാലും ഖത്തർ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയിൽ നിന്നൊക്കെ വലിയ എന്താ പറയുക, യഥാർത്ഥത്തിൽ പ്രശ്നമില്ലാത്ത സാധാരണക്കാരല്ല ഇതിലൊന്നും പങ്കെടുക്കുന്നത്. വലിയ വലിയ ആളുകളാണ് വരുന്നത്, ബിസിനസ്മാൻമാർ, അതുപോലെ പ്രൊഫഷണൽസ്. ഇവരൊക്കെ വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ സത്യത്തിൽ ഈ സാധാരണക്കാരൻ്റെ ജീവിക്കാനുള്ള പ്രശ്നമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളെ പ്രവാസി സമൂഹം, ഒരു സാധാരണക്കാരായ പ്രവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? അതിനുള്ള പ്രതിവിധി എന്താണ് ഒരു സാമൂഹ്യ സംഘടനയുടെ സാരഥി എന്നുള്ള നിലക്ക് അങ്ങേക്ക് പറയാനുള്ളത്? ഇപ്പം നടക്കുന്ന ഈ പ്രവാസി ഭാരത് എന്നൊക്കെ പറയാനില്ല, അത് വെറും ഒരു തങ്ങൾ സൂചിപ്പിച്ച പോലെ അത് എനിക്ക് തോന്നുന്നത് ഇതിന് പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള എന്ന യോഗം എന്നല്ല ഇതിന് പറയുന്നത്. ബിസിനസ്സുകാരുടെ ഇപ്പം മെർജിങ് കേരള പോലത്തെ ഒരു പരിപാടിയായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഇത് ബിസിനസ് സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ, കൂടിച്ചേരൽ, അതല്ലാതെ ഇതൊന്നുമില്ല. അത് അവർ ചായ കുടിച്ച് പിരിയുന്നു. അതിൽ എന്നിൽ കവിഞ്ഞ് പിന്നെ ഇതിൽ നിങ്ങൾ പറഞ്ഞ പോലെ പച്ചയായ മനുഷ്യൻ്റെ പച്ചയായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദി ഇതിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വെറും കാട്ടിക്കൂട്ടൽ അല്ലെങ്കിൽ ഒരു താൽക്കാലിക ഇത് എന്ന നിലക്കല്ലാതെ സ്ഥിരമായിട്ട് അത് ഒരു പ്രകടനമല്ലോ, സ്ഥിരമായി സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഇതിന് വേണ്ടി ഒരു പരിപാടിയില്ല.